ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഒരു വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷം അഞ്ജന സൗഭാഗ്യപുരം വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷത്തിലാണ് അഞ്ജനയിൽ കണ്ടപ്പോൾ. അവൾ ഓടി വന്ന ആദ്യം വല്യച്ഛനെയാണ് കെട്ടിപ്പിടിച്ചത്. വല്യച്ഛന് വളരെ സന്തോഷമായി. അതിനുശേഷം അവൾ അമ്മാവനെയും മുത്തശ്ശിയൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയും, നിനക്കിപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കായല്ലോ. ആ മുത്തശ്ശി, നോർത്ത് ഇന്ത്യൻ ലുക്ക് നല്ലതല്ലേ, ഓരോ നാട്ടിൽ ചെന്നാൽ ആ നാട്ടിനനുസരിച്ച് മാറണ്ടേ, ഓന്ത് നിറം മാറുന്നത് പോലെ എന്നൊക്കെ പറയണം അവൾ. അപ്പോൾ അഞ്ജന പറയും, അല്ല എന്നെ ഈ വാതിൽക്ക് തന്നെ നിർത്തി സംസാരിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? എന്നെ ഒന്ന് അകത്തോട്ട് കയറ്റും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സംഗീത പോയിട്ട് ആരതിയൊക്കെ എടുത്തു വരുന്ന് ആരതിയൊക്കെ ഒഴിഞ്ഞ് അവളെ വീട്ടിൻ്റെ അകത്തോട്ട് കയറ്റണം. അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഇതാ നമ്മുടെ ആര് വരുന്നു, ഭവാനി, അവളുടെ അമ്മ ഭവാനി. അഞ്ജന വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അകത്തോട്ട് കയറി കഴിഞ്ഞതിന് ശേഷമാണ് ഭവാനി അറിയുന്നത്. ഭവാനി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, ആ മോളെ നീ എപ്പോഴാണ് എത്തിയേ, യാത്രയ്ക്ക് സുഖമായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ അമ്മ ഒരു കുഴപ്പമുണ്ടായില്ല, യാത്രയ്ക്ക് സുഖമായിരുന്നു എന്ന് പറഞ്ഞ് അവർ കെട്ടിപ്പിടിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശി പറയാണ്, അഞ്ജനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിന്നെ ഇവിടെ ലോക്കാക്കാൻ പോവാണ്. അപ്പോൾ അതെന്താ മുത്തശ്ശിയെ ലോക്കാക്കുക എന്ന് പറയുന്നത്? അതോ വേറൊന്നുമല്ല, ഞാൻ നിൻ്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചു. കല്യാണമോ, എൻ്റെയോ എന്ന് ചോദിച്ച് അത്ഭുതത്തിൽ നിൽക്കുകയാണ് അവൾ. ഭവാനി കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്, അതെ എന്നുള്ള രീതിയിൽ. ഞാൻ നിൻ്റെയും അജയൻ്റെയും വിവാഹം നടത്താൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അവളാകെ അത്ഭുതപ്പെടും. സത്യൻ കൂട്ടത്തിലൊരു കാര്യം കൂടി ചോദിക്കും, അല്ല മോളെ, നീ എന്തിനാ ഈ ചെറിയൊരു ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത്, നിനക്ക് ഇവിടെ നിന്നൂടെ? അപ്പോൾ ഭവാനി തർക്കുത്തരം പോലെ പറയും, അവൾക്ക് ജീവിക്കണമെങ്കിൽ അവൾക്ക് ജോലി വേണ്ടേ, അല്ലാണ്ട് ഞങ്ങൾക്ക് റിസോർട്ടും ഹോസ്പിറ്റലും ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഭവാനിയുടെ ആ മറുപടി കേട്ടപ്പോൾ സൗഭാഗ്യമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സൗഭാഗ്യമ്മ പറയും, ഭവാനി, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ വിവാഹമെന്ന്. അങ്ങനെ ഭവാനി അവളെയും കൂട്ടിയിട്ട് അകത്തോട്ട് പോകും. ഈ വിവാഹത്തിൻ്റെ കാര്യമൊന്നും അഞ്ജന അറിഞ്ഞിട്ടില്ല. അവളത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭവാനി അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ഇനി ഇപ്പോൾ അവൾ വന്നല്ലോ, ഇനി കല്യാണ നിശ്ചയത്തിൻ്റെ കാര്യം ഒന്നും സ്ലോ ആക്കാൻ പറ്റില്ല. കാരണം പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്, അഭിരാമി അല്ലെങ്കിൽ അഞ്ജന, എൻ്റെ ഈ 2 പേരക്കുട്ടികളിൽ ഒരാളെ എങ്കിലും അജയനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന്. അത് കഴിഞ്ഞ് കാണുന്നത് നമ്മുടെ ഭൂമി ബാങ്കിലോട്ട് പോകുന്നതാണ്. ബാങ്കിൽ മുൻപ് അവൾ വന്ന് അന്വേഷിച്ചപ്പോൾ ലോണിൻ്റെ കാര്യം അന്വേഷിച്ചിരുന്നു. ആ മാനേജർ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വിവരം പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഭൂമി ബാങ്കിലോട്ട് ചെല്ലുന്നത്. പക്ഷേ ഭൂമിയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ബാങ്ക് മാനേജർ മറുപടി പറയുന്നത്, ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിലല്ല, അതുകൊണ്ട് ലോൺ തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഭൂമിക്ക് ആകെ വിഷമാവും, ഇനി എന്താണ് ചെയ്യുക, എൻ്റെ അച്ഛൻ്റെ ചികിത്സയുടെ കാര്യമാണ് സർ, ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഭൂമി വിഷമിക്കുകയാണ്. അപ്പോൾ ബാങ്കിലെ മാനേജർ ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അടുത്തൊന്ന് കോൺടാക്റ്റ് ചെയ്തൂടെ, നോക്കാം എന്ന് പറഞ്ഞ് അഞ്ജന അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മുടെ ഭവാനിയും അഞ്ജനയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഞ്ജന ചോദിക്കും, അമ്മേ, ഇത്ര തിരക്ക് പിടിച്ച് എന്നെ വിവാഹം കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ എൻ്റെ ഈ ബട്ടർഫ്ലൈ ലൈഫ് ഒന്ന് ആസ്വദിച്ചോട്ടെ. അപ്പോൾ ഭവാനി അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരുടെ എല്ലാം ഔദാര്യമാണ്. ഈ ഔദാര്യം മാറി നമുക്ക് ഈ വീട്ടിലൊരു നിലനിൽപ്പ് വരണമെങ്കിൽ നീ അജയനെ വിവാഹം കഴിച്ചേ പറ്റൂ. നിനക്ക് അജയനെ ഇഷ്ടമല്ലേ, അവനെ വിവാഹം കഴിക്കാൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഭവാനി. അപ്പോൾ അഞ്ജന പറയും, എനിക്കെന്തിനാ എതിർപ്പ്, അജയനെ എനിക്കിഷ്ടമാണ്, അവൻ നല്ല ഹാൻസമാണ്, അവൻ്റെ കൂടെയുള്ള യാത്രകളും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ മോളെ നീ സമ്മതിക്കാത്തത്? ഒന്നുമില്ല അമ്മേ, ഞാൻ അവിടെ ഇങ്ങനെ നല്ല ആസ്വദിച്ച് വരികയായിരുന്നു, ഇപ്പം തന്നെ എന്നെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചാൽ എനിക്കെന്തോ എൻ്റെ ലൈഫ് അങ്ങോട്ട് സ്പോയിലാവുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. ഭവാനി പറയും, അങ്ങനെയല്ല മോളെ, നിനക്കിനി വേറെ വല്ല താല്പര്യങ്ങളും ഉണ്ടോ? ഇല്ല അമ്മേ, എനിക്കവിടെ ഒരുപാട് പേരെന്നെ പ്രപ്പോസ് ചെയ്യാറുണ്ട്, ഞാൻ അവരോടൊക്കെ എസ് പറയാറുണ്ട്. പക്ഷേ ഞാൻ അവരെയൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കും, അതാണ് എനിക്കിഷ്ടമുള്ള വിനോദം. പിന്നെ ഈ അഞ്ജന ഈ ഒരു കാര്യത്തിൽ കുറച്ചൊരു ഉഡായിപ്പാണെന്ന് അവന്മാർക്ക് അറിയില്ലല്ലോ, എനിക്കല്ലേ അറിയുള്ളൂ. അപ്പോഴാണ് ഭവാനി പറയുന്നത്, അതായത് നിൻ്റെ അച്ഛനെങ്ങനെയാണ് മരിച്ചതെന്നാണ് നിൻ്റെ വിചാരം?
അപ്പം അഞ്ജന പറയും അത് ആത്മഹത്യയല്ലേ. എന്നാൽ ആത്മഹത്യ ഒന്നുമല്ല, എല്ലാവർക്കും കൂടി നിൻ്റെ അച്ഛനെ രക്ഷിക്കാവുന്നതേ ഉണ്ടായുള്ളൂ. പക്ഷെ ആരും രക്ഷിച്ചില്ല. ഇവിടെ എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. നിൻ്റെ മുത്തശ്ശിക്ക് സത്യേട്ടനെയും സംഗീതയും ആയിരുന്നു കൂടുതലിഷ്ടം. അച്ഛൻ്റെ കാര്യത്തിൽ അന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും അവരും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ന് നിൻ്റെ അച്ഛൻ നിൻ്റെ കൂടെ ഇല്ലാത്തത്. പക്ഷെ നിൻ്റെ അച്ഛന് ഒരിക്കലും ശാന്തി കിട്ടിയിട്ടില്ല. അച്ഛൻ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, എനിക്ക് ഉറപ്പാണത്. അതുകൊണ്ട് നീ എനിക്കൊരു വാക്ക് തരണം, നീ ഈ വിവാഹത്തിന് സമ്മതിക്കാമെന്ന്. അപ്പോൾ അഞ്ജന പറയും, ശരി അമ്മേ, അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇതാ വാക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൾ വാക്ക് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ടെൻഷനായിട്ട് നടക്കുന്ന നമ്മുടെ അച്യുതനെയാണ് കാണിക്കുന്നത്. അച്യുതന് ഭൂമിയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ടെൻഷൻ. കാരണം ഭൂമി ജീവിച്ചിരിപ്പുണ്ട്, അതായത് അഭിരാമി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഭവാനി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവളെ കൊല്ലാൻ വരും. അപ്പോൾ ആ ഒരു പേടിയിലാണ് അച്യുതൻ നടക്കുന്നത്. അപ്പോൾ ഈ ആലോചനയൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭൂമി അങ്ങോട്ട് വരികയാണ്. ഭൂമി ചോദിക്കും, എന്താ അച്ഛാ, എന്ത് കഥ എഴുതാണോ കവിത എഴുതാണോ, കുറേ നേരമായാലും ആലോചിച്ച് കൂട്ടുന്നു. അപ്പോൾ അച്യുതൻ പറയും, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചായിരുന്നു. പണ്ട് നിൻ്റെ അമ്മയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശീലാപതി എന്നുള്ള നാടകത്തിന് വെച്ചിട്ടാണ്. അമ്മ നാടകത്തിൽ ശീലാപതിയായിട്ട് തകർക്കുകയായിരുന്നു. അന്നത്തെ ആ അഭിനയം കണ്ടിട്ടാണ് അച്ഛൻ ഗ്രീൻ റൂമിൽ പോയിട്ട് അമ്മയെ പരിചയപ്പെട്ടത്. പിന്നെ അതാ വിവാഹത്തിലെത്തി എന്നൊക്കെ പറഞ്ഞ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ഭൂമി ചോദിക്കും, എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഈ ശീലാപതിയായിട്ടും ഭർത്താവായിട്ടൊന്ന് അഭിനയിച്ചൂടെ എന്നൊക്കെ പറയും. അപ്പം അച്യുതൻ പറയുകയാണ്, എനിക്കിപ്പോൾ അതിനുള്ള ധൈര്യമൊന്നുമില്ല, എനിക്ക് എന്തോ ഉള്ളിലൊരു ഭയം വന്നതുപോലെ, നമുക്ക് നമ്മുടെ പഴയ നാട്ടിലോട്ട് പോയാലോ മോളേന്ന്. ഭൂമി ചോദിക്കും, അതെന്താ അച്ഛൻ അങ്ങനെ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല മോളെ, എനിക്കെന്തോ ഒരു ഭയം ഉരുണ്ട് കയറുന്നത് പോലെ, നമുക്ക് നമ്മുടെ പഴയ നാട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഭൂമി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ, അച്ഛന് താങ്ങും തണലുമായിട്ട് ഞാനിവിടെ ഇല്ലേ, ഞാനുള്ള പിന്നെ എന്തിനാ അച്ഛൻ ഭയക്കുന്നത് എന്ന് പറഞ്ഞ് അച്യുതനെ സമാധാനിപ്പിക്കുകയാണ് ഭൂമി. പക്ഷേ അച്യുതന് നല്ല ടെൻഷനുണ്ട് ഭവാനിയുടെ കാര്യത്തിൽ. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആരെയാണ്? അഞ്ജനയാണ്. അഞ്ജന വീടിൻ്റെ മുന്നിൽ കൂടെ ഉലാത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. അവൾ ഓരോ പയ്യന്മാരെ പറഞ്ഞ് പറ്റിക്കുന്നുണ്ടല്ലോ, അതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്താണ് നമ്മൾ അജയ് ബുള്ളറ്റ് ഓടിച്ച് വരുന്നത് കാണാം. അപ്പോൾ അജയനെ കണ്ടപ്പോൾ ഇവിടെ ഓടി വന്ന് സന്തോഷത്തിൽ വർത്തമാനം പറയുകയാണ്. എന്നിട്ട് പറയും, കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ നിന്നെ കണ്ടില്ല, അതിൻ്റെ മുന്നത്തെ വർഷം, അങ്ങനെ 2 വർഷമായി നമ്മൾ കണ്ടിട്ട് എന്നൊക്കെ പറയാണ്. പിന്നെ നീ നമ്മുടെ കല്യാണമാണെന്നൊക്കെയാണല്ലോ പറഞ്ഞത്, എന്തായാലും നിന്നെ കണ്ട ഇപ്പം നിനക്ക് കല്യാണപ്രായമൊക്കെ ആയി, എന്നെ കല്യാണം കഴിക്കാനും നീ ഓക്കെയാണ്. അപ്പോൾ അജയുടെ മുഖമൊക്കെ മാറും. പിന്നെ ഇവള് വീണ്ടും പറയും, ഞാൻ നിനക്ക് എത്ര കാലമായി ഓരോ മെസ്സേജസ് അയക്കുന്നു, പക്ഷെ നീ എന്താ ഒന്നിനും മറുപടി പറയാത്തത്, ഫുൾ സ്മൈലീസ് മാത്രം. അത് ഞാൻ നല്ല തിരക്കായിരുന്നു അഞ്ജന, എനിക്ക് നല്ല ജോലിയുണ്ട്, പിടിപ്പത് ജോലിയുണ്ട്. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് കാര്യത്തിലോടെ അടക്കാം. നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യമാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ അവൻ തുറന്ന് കാര്യം പറയും, അതായത് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ ഒരിക്കലും നിന്നെ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ അവൾ പറയും, അത് പക്ഷെ ഞാൻ ഇനി കണ്ടു തുടങ്ങാമല്ലോ, എനിക്കെന്തായാലും അജയനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഐ ലവ് യു അജയ് എന്ന് പറഞ്ഞിട്ട് അവൾ പ്രപ്പോസ് ചെയ്യുന്ന പോലെ പറയുകയാണ്. അങ്ങനെ ആ സമയത്താണ് കറക്റ്റായിട്ട് അവൻ്റെ ഫോൺ റിങ് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുക്കും. എന്നിട്ട് പറയും, ഇത് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നുള്ളൊരു അത്യാവശ്യ കോളാണ്, ഞാൻ ഒന്ന് സ്റ്റേഷൻ വരെ പോട്ടെ. എന്നാൽ ശരി, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് യാത്ര അയക്കുന്ന അഞ്ജനയാണ് കാണിക്കുന്നത്. അപ്പം അഞ്ജന അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്, നിന്നെ ഞാൻ എൻ്റെ തൊഴുത്തിൽ കൊടുന്ന് കെട്ടും അജയ് എന്ന് പറഞ്ഞ ഒരു പ്രതികാര ബുദ്ധിയിൽ ആണ് അഞ്ജനയെ കാണിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. താങ്ക്